സങ്കീർത്തനം 91:10 മുതലുള്ള വാക്യങ്ങൾ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ 10 മുതൽ താഴോട്ടുള്ള ഇത്രയും വാക്യങ്ങൾ ഒരു പ്രൊട്ടക്ഷനാണ്, സംരക്ഷണമാണ്. ഇത് ആർക്കാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 91 സങ്കീർത്തനം നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഇത്രയും പ്രൊട്ടക്ഷനുകൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബാധയും നമ്മുടെ കൂടാരത്തിനടുക്കില്ലെന്നേ, ഒരു അനർത്ഥവും നമുക്ക് ഭവിക്കില്ല. അപ്പോൾ അനർത്ഥങ്ങളും ബാധയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ സർവശക്തൻ്റെ എന്താ പറയണേ, കീഴിലല്ല കേട്ടോ, അത്യുന്നതൻ്റെ മറവിലല്ല. അത് ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങളിൽ ദൈവം ശ്രദ്ധ വെക്കാത്തത്. നമ്മളുടെ എല്ലാ വഴികളിലും ദൂതന്മാരെ ഏൽപ്പിക്കും. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ അല്ലേ, എന്ത് പ്രൊട്ടക്ഷനാണ് ദൈവം നമുക്ക് തരുന്നത്. എത്രയോ പേര് ആപത്തനർത്ഥങ്ങൾ വരുന്നു, ആക്സിഡൻറ്റുകൾ വരുന്നു, അതായത് മാരക രോഗങ്ങൾ വരുന്നു അല്ലേ. പിന്നെ എന്താ, ഒരുപാട് അസ്ഥികൾ ഒടിയുന്നുണ്ടല്ലേ. പക്ഷേ ദൈവം പറയുന്നത് എന്താ, നീ എൻ്റെ നിഴലിൻ്റെ കീഴിൽ ഇരിക്കുകയാണെങ്കിൽ, എൻ്റെ മറവിൽ വസിക്കുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ നിനക്ക് ചെയ്തു തരാം. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ അങ്ങനെ ചെയ്താൽ എന്താ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് കേട്ടോ 91 സങ്കീർത്തനത്തിൻ്റെ എന്താ പറയുക, ഈ വാക്യം. അതായത് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും.